ക്യാരറ്റ് ഇരിപ്പുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും 10 മിനിറ്റിൽ തന്നെ. എത്ര കഴിക്കില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന നല്ലൊരു ക്യാരറ്റ് ഷേക്കാണ് കേട്ടോ. നല്ലൊരു വാനില ഫ്ലേവറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയാണ് കേട്ടോ. നല്ലൊരു നോമ്പ് തുറയുടെ ടൈമിലൊക്കെ നമുക്ക് ഇഫ്താറിനൊക്കെ ആയിട്ട് നമുക്ക് ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് വീട്ടിൽ നല്ലൊരു ദാഹശമനമൊക്കെ ആയിട്ടും നമുക്ക് നല്ല ശരീരത്തിന് നല്ലൊരു തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. എന്തായാലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 2 ക്യാരറ്റാണ് കേട്ടോ. 2 ക്യാരറ്റ് മതി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇഫ്താറിനൊക്കെ ആയിട്ട് ഇപ്പോൾ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4-5 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിന്ന് ചെറുതായിട്ട് ചെറിയ പീസ് കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. കുക്കറിൽ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ ക്യാരറ്റ് ഒന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതുപോലെ ഷവ്വരി നിങ്ങളുണ്ടെങ്കിൽ ഷവ്വരി എടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം, ഒരു 10-5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുക കേട്ടോ. ഷവ്വരി വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു 2-3 ഗ്ലാസ് നമുക്ക് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് ബോൾസ് ഒന്ന് എടുത്തൊന്ന് കടിച്ച് വയ്ക്കുക. എന്നിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങാം കേട്ടോ. അപ്പോൾ വെന്ത് വന്ന ചവ്വരി നമ്മളൊരു അരിപ്പയിലേക്ക് നമുക്കതൊന്ന് അരിച്ചൊഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകി എടുക്കണം കേട്ടോ. എന്നാൽ നമുക്കത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല ബോൾസായിട്ട് കയ്യിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇതുപോലെ ക്യാരറ്റ് നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 വിസിലാണ് കേട്ടോ നമ്മൾ കുക്കറിലിട്ട് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയൊരു നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടേക്ക്, ചെറിയ മിക്സിയുടെ ജാറിലോട്ടോ, വലിയ മിക്സിയുടെ ജാറാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പം ഇപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടാലും മതി. അതിനുശേഷം നമുക്ക് പിന്നീട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വെള്ളത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒഴിച്ചേക്കുന്ന പാലിൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം ഒരു 3 ഗ്ലാസ് പാലാണ് കേട്ടോ എടുത്ത് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കത് ഇതുപോലെ കുറച്ച് പാലിൽ തന്നെ നമുക്കത് ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കാം കേട്ടോ. അത് ഇതുപോലെ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് അടിക്കാതെ നമ്മളിതുപോലെ കുറച്ച് പാലിൽ നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ക്യാരറ്റ് നല്ല രീതിയിൽ തന്നെ നല്ല വെന്തതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് പേസ്റ്റ് പോലെ കുഴഞ്ഞ് നല്ല ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ഗ്ലാസോളം വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6 ഗ്ലാസ് 7 ഗ്ലാസ് ജ്യൂസ് കിട്ടാവുന്ന രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് എടുത്ത് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് പഞ്ചസാര, നമ്മൾ വെള്ളം ചേർത്തതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പഞ്ചസാര അന്തോരാംശത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാലും വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് പഞ്ചസാര നിങ്ങൾക്ക് ഇതുപോലെ വാരിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മളവിടെ കഴുകി വാരി വെച്ചേക്കുന്ന ചവ്വരി ഉണ്ടല്ലോ, ഈ ചവ്വരി നമ്മൾ കഴുകി എടുത്ത് വയ്ക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു പശ ഉള്ളതുകൊണ്ട് തന്നെ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ ബോൾസ് എല്ലാം ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് നമ്മളിത് ഷേക്ക് കുടിക്കുമ്പം ആ ഒരു ഒട്ടലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒട്ടി പിടിക്കാതിരിക്കാനാണ് കഴുകിയെടുക്കാൻ പറഞ്ഞത് കേട്ടോ. അതുപോലെ നമുക്ക് ഇതുപോലെ കസ്കസ് ഇതുപോലെ ഒരു 5 മിനിറ്റ് നേരം മാത്രം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് അത് ആയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ഒരു കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതുപോലെ വാനില എസൻസ് ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതുപോലെ എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഐസ്ക്രീം ഫ്ലേവറിൽ തന്നെയുള്ള നല്ലൊരു ഷേക്കാണ് കേട്ടോ. വാനിലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ്. കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കും, വാങ്ങിച്ച് കുടിച്ചോളൂ കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ നോമ്പിൻ്റെ ടൈമിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി കുടിക്കാം. പിന്നെ നോമ്പിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പോലും ടൈമിലൊക്കെ നല്ല ചൂടുള്ള ടൈമിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ ശരീരം തണുക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത് ഫ്രണ്ട്സിനെ ഒന്ന് ഫോളോ കൊടുത്ത് വയ്ക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലൊക്കെ ഒന്ന് ഷെയർ എത്തിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ.